പാർവണക്കുട്ടി എന്താ പാടി തകർത്തല്ലോ. താങ്ക് യു. പാടി മഴ പെയ്ച്ചു. വെളി മഴ പെയ്യ, ഇടിപെട്ടി മഴ പെയ്യാമോ? ഇങ്ങനെ സൈഗാളൊക്കെ കേട്ടിട്ടുള്ളു പറഞ്ഞല്ലേ. പിന്നെ ഇങ്ങനെ പാടി വരൾച്ചയുള്ള രാജ്യത്തേക്കൊക്കെ കുഞ്ഞിനെ ക്ഷണിക്കും പാടി മഴ പെയ്ക്കാൻ. എഞ്ചങ്ങളെ പിന്നെ എഞ്ചങ്ങളെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാന് ഒരു ദിവസം അച്ഛൻ്റെ ഒന്നിച്ച് പോകുമ്പോ MG റോഡ് കണ്ടു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു ഇത് എഞ്ചങ്ങളിലെ റോഡാന്ന് തോന്നുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതിലെ കൂടെ പോയ എഞ്ചങ്ങളിലെ വീടെത്തുന്നു. എഞ്ചങ്ങളെ ശരിക്കുവാ MG റോഡ് എന്റെ ഭാഗികമായിട്ട് അണ്ണൻ മേടിച്ചു അത് MG റോഡ്. പിന്നെ എന്റെ കുഞ്ഞാവക്ക് ഒരു മരുന്നുണ്ട്. ആ മരുന്നിന് ബേക്കിൽ എഴുതിയിട്ടുണ്ട് 100 mg/ml. മോളെ എന്നെ എടുത്തിട്ട് എല്ലാരും കൂടെ ഇല്ലാതാക്കി. പിന്നെ ഒരു കാറ് ചുമ്മാ അവരെന്റെ പേര് വെച്ചിരിക്കുക MG. ഒരു വാക്ക് എന്റെ അടുത്ത് ചോദിക്കണ്ടേ? MG യൂണിവേഴ്സിറ്റി മര്യാദ പോലും ഇല്ല. അത് എനിക്ക് അതിനോട് എതിർപ്പ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ചങ്ക ഇങ്ങനെ പൊട്ടുക. MG യൂണിവേഴ്സിറ്റി അറിയാമോ നോക്ക്. ഇങ്ങനെ മോളെ കാലഘട്ടമൊക്കെ ഇങ്ങനെ MG റോഡ് MG യൂണിവേഴ്സിറ്റി. വിഷമമുണ്ടോ ഇതിന്? പിന്നെ വിഷമം കാണത്തില്ല. ഇത് ഒരാളെ ഒരു മിസ്യൂസ് ചെയ്യപ്പെടുമ്പോ എനിക്കൊരു 2 രൂപ തന്നിട്ട് വെച്ചോ. ഒരു ഗുളികയിൽ 1 രൂപ എനിക്ക് താ. ഒരു $60 എനിക്കൊരു 10 പൈസ ഒരെണ്ണത്തിൽ. എന്നിട്ട് വെച്ചോ MG എന്ന് വെച്ചോ. ഒന്നും ചെയ്യാതെ കൊച്ചു കുഞ്ഞു വരെ മനസ്സിലാക്കി. എന്നാലോചിച്ച് നോക്ക്. ആര് വേണേ എടുത്തോട്ടെ. നമുക്ക് വിശാലമായിട്ടുള്ളൊരു മനസ്സുണ്ട്. അതുകൊണ്ട് കാർ എടുത്തോണ്ട് പോവോ റോഡ് എടുത്തോണ്ട് പോവോ എന്ത് വേണേ കൊണ്ടുപോകും. സഹിക്കും അതൊക്കെ എല്ലാം സഹിക്കും. പാവം. ഞാൻ തന്നെ മോടെ അടുത്ത് ഇരിക്കുന്ന ഇതിനെ ഒരു 5-6 വർഷമായിട്ട് അങ്കിളെ സഹിക്കല്ലേ. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടു. അസലായിട്ട് പാടി. ഓക്കെ, എന്തായാലും എന്റെ വിഷമം മോടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുതരും കേട്ടോ. മക്കളെ എന്തോ ഉഗ്രായിട്ട് പാടി. താങ്ക് യു. അങ്ങ് പാടുക നിന്ന് ചുമ്മാ അങ്ങ് പാടിയേക്കുക. എന്നിട്ട് നമ്മളൊക്കെ അത് കേട്ട് അങ്ങ് ഞെട്ടുക. എന്തിനാ കുഞ്ഞെ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? കുറച്ചു നേരം ഞെട്ടി ഞെട്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞെട്ടി ഞെട്ടി അങ്ങ് ക്ഷീണിച്ച് നന്നായിട്ട് പാടി. മക്കള് നന്നായിട്ട് പാടിയത് കേട്ടോ. ആദ്യത്തെ ലൈൻ പാടിക്ക്. കല്യാണക്കുരുവി പുല്ലാനി പുരകെട്ട പുല്ലും നെല്ലും വൈക്കോലും. മോള് ഞങ്ങളെ നോക്കിയില്ല. ഞങ്ങളുടെ ശ്രീ മോക്ക് അറിഞ്ഞൂടാ. ഒളിമ്മ അതങ്ങ് പാടുക. ഞങ്ങള് വയസ്സാം കാലത്ത് ഞെട്ടി ഞെട്ടി തീരുക. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കുമ്പോ ഇല്ല മോള് ഞങ്ങളെ നോക്കിയതേ ഇല്ല. അവിടെ ക്യാമറയിലും പിന്നെ നിത്യാമാവിനെ പിന്നെ ഗ്രൂപ്പ് പാടുന്ന പിള്ളേരൊക്കെ നന്നായിട്ട് പാടില്ല. എന്റെ ഉഗ്രായിട്ട് പാടി. നിത്യക്ക് എന്താ പറയാനുണ്ട്? അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടോ? അയ്യോ ഇല്ല, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോളേ. താങ്ക് യു. പാർവണക്കുട്ടി എന്തോ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കൊണ്ടുവരുന്നു. ജീവനുള്ള മദ്രാസിൽ നിന്ന് പിടിച്ചതാ. അയ്യോ, തമിഴേ സംസാരിക്കത്തില്ല കേട്ടോ. ഇനി ചോദിക്കും. നീ എന്നോ ചാടിയാലോ പെട്ടെന്ന് മാന്തിയാലോ മുഖത്തിനിട്ട് കൊടുത്തു കണ്ണാ 2 കടി കൊടുക്കട്ടോ. ഓ പെട്ടിക്കകത്തുനിന്ന് ചാടുന്ന പെട്ടിക്കകത്തുനിന്ന് എടുത്തോ, കൈയിട്ടെടുത്തോ. ശരത്തങ്ങൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടി മാന്തുന്നു കയ്യില്. കൊള്ളാമോ? ഇഷ്ടായ മക്കൾക്ക്? ഇതിനാണ് ഇഷ്ടപ്പെട്ടത്? മോളൊരു പൂച്ചക്കുട്ടിയാണോ പ്രതീക്ഷിച്ചത്? അതെ. ഇത് മതിയോ ഇപ്പൊ തൽക്കാലം? ഇതുകൊണ്ട് സന്തോഷിക്കുവോ? ഇതിനൊരു പേരിട്. അപ്പുകുട്ടൻ. അപ്പുകുട്ടൻ. ഇതിന്റെ പേര് ഇതിന്റെ നാമകരണം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മുതൽ ഇത് അപ്പുകുട്ടൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നല്ല പേര്. താങ്ക് യു ശരത്തങ്ങൾ. താങ്ക് യുടാ.